Hi students, we will discuss the demand for money, interest rate and prices. People demand money because money serves as a medium of exchange and a store of value. So money is two purpose, like medium of exchange and store of value. This two purpose save money demand the people. However, different schools of economists hold different views about the purpose of which money demanded. Okay, അപ്പോൾ പല എക്കോണമിസ്റ്റ് പല വ്യൂസിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത്, പണം ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ക്ലാസിക്കൽ വ്യൂ ആണ്. ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് പീപ്പിൾ ഡിമാൻഡ് മണി ഫോർ അണ്ടർടേക്കിംഗ് ട്രാൻസാക്ഷൻസ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പീപ്പിൾ മണി ഡിമാൻഡ് ചെയ്യുന്നതെന്നാണ് ക്ലാസിക്കൽ എക്കോണമിസ്റ്റ് പറയുന്നത്. മണി ആക്ട്സ് ആസ് എ മീൻസ് ടു അവോയ്ഡ് ദ ഇൻകൺവീനിയൻസസ് ഓഫ് ബാർട്ടർ. അപ്പോൾ ബാർട്ടറിന്റെ ഇൻകൺവീനിയൻസസ് മാറ്റുന്നു മണി. പിന്നെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ ഓഫ് മണിക്കാണ് ക്ലാസിക്കൽ ഇക്കോണമിക്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ക്ലാസിക്കൽ ഐഡിയ ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ നിന്ന് ഡിറൈവ് ചെയ്താണ്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇക്കോണമിക്സ്, ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ്. ഇപ്പൊ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസിന്റെ ഒരു ഫംഗ്ഷനാണ് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണി അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി മേ ബി ഡിറൈവ്ഡ് ഫ്രം ദ ക്ലാസിക്കൽ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയെ ബേസ് ചെയ്താണ് ക്ലാസിക്കൽ ഐഡിയ ഓഫ് മണി നിൽക്കുന്നത്. അപ്പൊ ക്ലാസിക്കൽ തിയറി ഡിമാൻഡ് ഫോർ മണി അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്ന ക്ലാസിക്കൽ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള MV = PT യിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. അപ്പൊ MV = PT ഫിഷേഴ്സ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ M = PT/V or M = 1/V into PT. ഇപ്പൊ വേർ PT എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ, V എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ആണ്, T എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ട്രാൻസാക്റ്റഡ്, P പ്രൈസ് ലെവൽ. ഓക്കെ, ദെൻ V എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ നമ്മൾ പറഞ്ഞു. M എന്ന് പറഞ്ഞാൽ മണി സർക്കുലേറ്റഡ്. അപ്പൊ ടോട്ടൽ മണി സർക്കുലേറ്റഡ് കാണാൻ PT/V. This equation shows that demand for money is a function of total volume of transaction. അപ്പോൾ ഇത് എന്താ കാണിക്കുന്നത്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസിന്റെ ഫംഗ്ഷൻ ആണ്. The demand for money is the reciprocal of the circulation velocity V multiplied with the total volume of transactions. ഇനി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്തിന്റെ റെസിപ്രോക്കൽ ആണ്? സർക്കുലേഷൻ വെലോസിറ്റിയുടെയും ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസിന്റെയും റെസിപ്രോക്കൽ ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. റെസിപ്രോക്കൽ ഓഫ് ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ഡിവൈഡഡ് ബൈ ദ വെലോസിറ്റി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം വെലോസിറ്റി റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ദ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. PT എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1/V. ഇനി the following points are noteworthy. അപ്പോൾ ഈ ക്ലാസിക്കൽ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പോയിന്റ്സ് ആലോചിക്കണം. നമ്പർ 1, സർക്കുലേഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണിയുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. കാരണം സർക്കുലേഷൻ ഓഫ് വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി കുറയുന്നു, അതുപോലെ നേരെ തിരിച്ചു. രണ്ടാമത്, ട്രേഡ് വോളിയം ഇസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ദ ഡിമാൻഡ് ഫോർ മണി. കാരണം ട്രേഡ് വോളിയം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണിയും കൂടുന്നു. പ്രൈസ് ലെവലും ഡിമാൻഡ് ഫോർ മണിയുമായിട്ടും പോസിറ്റീവ് റിലേഷൻ ആണ്. കാരണം സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഫോർ മണി ഉണ്ടാവുന്നു. ട്രാൻസാക്ഷൻസും പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ഡിമാൻഡ് ഫോർ മണിയാണ്. കാരണം ഇക്കോണമിയിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് നടന്നാൽ ഡിമാൻഡ് ഫോർ മണി കൂടുന്നു. അപ്പോൾ ഇവിടെ മേജർ ഡ്രോബാക്ക് ഓഫ് ക്ലാസിക്കൽ വ്യൂ എന്ന് പറയുന്നത് ഇവര് നമ്മുടെ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിമാൻഡ് ഫോർ മണി ആൻഡ് ഇൻകം വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി നോക്കാം. ഇപ്പൊ നമ്മൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞു അല്ലെ, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി വേർഷൻ പറഞ്ഞു. ഇനി നമ്മൾ ഇൻകം വേർഷൻ ആണ് പറയുന്നത്. Some economists modified the quantity theory. They used the real income Y instead of total transaction. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേർഷനിൽ ടോട്ടൽ ട്രാൻസാക്ഷൻസിന്റെ ബേസിസിലാണ് ഡിമാൻഡ് ഫോർ മണി പറഞ്ഞത്. ഇവിടെ നമ്മൾ റിയൽ ഇൻകത്തിന്റെ ബേസിസിലാണ് പറയുന്നത്. അപ്പൊ ഡിമാൻഡ് ഫോർ മണി can be stated as M = PY/V. ഓക്കെ, അപ്പോൾ ഇവിടെ Y എന്ന് പറയുന്ന ഇൻകം ആണല്ലോ, P എന്ന് പറഞ്ഞ പ്രൈസ് ലെവലാണ്, V എന്ന് പറഞ്ഞ വെലോസിറ്റി. അപ്പൊ ദിസ് ഇസ് ദ ഇൻകം വേർഷൻ ഓഫ് ഡിമാൻഡ് ഫോർ മണി. Y എന്ന് പറയുന്ന റിയൽ ഇൻകം വരുന്നു, അതുപോലെ റിയൽ ഔട്ട്പുട്ടിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് എല്ലാ ട്രാൻസാക്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിന്റെ കാംബ്രിഡ്ജ് വേർഷൻ ഓഫ് ഇൻകം നോക്കാം. ഇൻകത്തിന്റെ കാംബ്രിഡ്ജ് വേർഷൻ. According to Cambridge version of quantity theory, people hold a fraction of their real income in cash to conduct a transaction. Cambridge version അനുസരിച്ച് people എന്ത് ചെയ്യുന്നു, കുറച്ച് പണം റിയൽ ഇൻകത്തിന്റെ ഒരു ഫ്രാക്ഷൻ ആളുകൾ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ക്യാഷ് ആയിട്ട് കയ്യിൽ കരുതും. ഓക്കെ, അവരുടെ റിയൽ ഇൻകത്തിന്റെ ഒരു പോർഷൻ ക്യാഷ് ആയിട്ട് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. So the demand for money at any point of time is defined as M is equal to KPQ. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? M is equal to KPQ. ഇവിടെ K എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ ഇൻകം ദാറ്റ് പീപ്പിൾ ഹോൾഡ് ഇൻ ക്യാഷ്. ടോട്ടൽ മണിയുടെ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിന്റെ ഒരു ഫ്രാക്ഷൻ ആളുകൾ ക്യാഷ് ആയിട്ട് കൈവെക്കും എന്ന് പറഞ്ഞല്ലോ. ആ ഫ്രാക്ഷനെയാണ് ഇവിടെ K കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. P പ്രൈസ് ലെവലാണ്, Q എന്ന് പറഞ്ഞാൽ റിയൽ ഇൻകം ആണ്. PQ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? മണി വാല്യൂ ഓഫ് റിയൽ നാഷണൽ ഇൻകം ആണ്. സോ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലെവൽ ഓഫ് ഇൻകം. ഇവിടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഇൻകത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും. ഓക്കെ, ഇനി കാംബ്രിഡ്ജ് വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമുക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് മണി അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്നാണ്. അപ്പൊ നമുക്ക് ഇതനുസരിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡിമാൻഡ് ഫോർ മണി നമ്മളിവിടെ എക്സ് ആക്സിസിൽ കാണിക്കുന്നു. ഇവിടെ PQ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ. PQ നമ്മളിവിടെ കണ്ടല്ലോ, ദിസ് ഇസ് PQ. ഈ PQ ആണ്. ദാറ്റ് മീൻസ് മണി വാല്യൂ ഓഫ് റിയൽ നാഷണൽ ഇൻകം. അപ്പൊ മണി വാല്യൂ ഓഫ് റിയൽ നാഷണൽ ഇൻകം നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഡിമാൻഡ് ഫോർ മണിയെ നമ്മൾ വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നു. സി, ഇതാണ് ഫസ്റ്റ് ഡിമാൻഡ് ഫോർ മണി MD1. ടൈം പീരീഡ് ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ MD1 ആണ്. MD1 ഇസ് ദ ഡിമാൻഡ് ഫോർ മണി ദാറ്റ് ഇസ് ഈക്വൽ ടു K1 PQ. ഇനി ടൈം പീരീഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് ടൈം പീരീഡിൽ ഡിമാൻഡ് ഫോർ മണി കൂടുന്നു. MD2 ഇസ് ഈക്വൽ ടു K2 PQ. അതുപോലെ ഇനി അടുത്ത തേർഡ് ടൈം പീരീഡ് വരുമ്പോൾ ഇവിടെ വീണ്ടും ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ MD3 ഇസ് ഈക്വൽ ടു K3 PQ ആയിട്ട് മാറുന്നു. അപ്പൊ ഇത്രയുമാണ് കാംബ്രിഡ്ജ് വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.